ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂരിൽ 6000 ലിറ്റർ വ്യാജ ഡീസൽ പിടികൂടി. മറ്റ് മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിശാലത എല്ലാവരിലും ഉണ്ടാകണമെന്ന് കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ. ശ്രേഷ്ഠ ബസിലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമേകി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ സംഭാര വിതരണം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂരിൽ 6000 ലിറ്റർ വ്യാജ ഡീസൽ പിടികൂടി. ഡീസൽ കൊണ്ടുവന്ന ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ കുറ്റ്യാടി സ്വദേശി സായിഷിനെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് വിതരണം ചെയ്യാനെത്തിച്ച ഒരു ലോഡ് വ്യാജ ഡീസൽ പോലീസ് പിടികൂടി. ഡീസൽ കൊണ്ടുവന്ന മിനി ടാങ്കർ ലോറി കസ്റ്റഡിയിലെടുത്ത ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖ് ഡ്രൈവർ കുറ്റ്യാടി അരീക്കൽ സായിഷിനെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മത്സ്യബന്ധന ബോട്ടുകളിൽ വ്യാജ ഡീസൽ ഉപയോഗിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. യഥാർത്ഥ ഡീസലിനേക്കാൾ വില കുറച്ചാണ് വിൽപ്പന. ഇത് നിരീക്ഷിക്കുന്നതിനിടെ രാവിലെ 10-നാണ് ഹാർബറിൽ ഡീസലുമായി മിനി ടാങ്കർ ലോറി എത്തിയത്. ബേപ്പൂർ SIമാരായ M രവീന്ദ്രൻ, PD ധനീഷ് എന്നിവർ വാഹനം തടഞ്ഞ് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ACP AM സിദ്ദീഖ് എത്തി നടത്തിയ പരിശോധനയിൽ ലോറിയിൽ 2 അറകളിലായി 3000 ലിറ്റർ വീതം വ്യാജ ഡീസലാണെന്ന് കണ്ടെത്തി. ഇക്കാര്യം IOC സെയിൽ വിഭാഗം അധികൃതരെ വിവരം അറിയിച്ചു. IOC സെയിൽസ് മാനേജർ C റെജിന്റെ സാന്നിധ്യത്തിൽ ലോറിയുടെ 2 അറകളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു. ഇത് രാസപരിശോധനയ്ക്ക് കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം ചേളാരി ഭാഗത്തു നിന്നാണ് ഡീസൽ എത്തിച്ചതെന്നാണ് ഡ്രൈവറുടെ മൊഴി. വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചിട്ടുണ്ട്. ഉറവിടം സംബന്ധിച്ച് നിർണായക വിവരം ലഭിച്ചതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ACP AM സിദ്ദീഖ് പറഞ്ഞു. ചിലത് ഓണേഴ്സ് അറിയാതെ ബോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ചെയ്യുന്നു എന്നുള്ളൊരു വിവരമുണ്ട്. കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്. അനധികൃതമായി വ്യാജ ഡീസൽ കൈവശം വച്ചതിനും വിതരണം ചെയ്തതിനും മോട്ടോർ സ്പിരിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് അവശ്യവസ്തു വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മറ്റ് മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിശാലത എല്ലാവരിലും ഉണ്ടാകണമെന്ന് കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ. റംസാൻ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റംസാൻ പുണ്യം പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനവും നടന്നു. കോഴിക്കോട് പാളയം ജുമാ മസ്ജിദിലാണ് മതസൗഹാർദ്ദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ സൗഹൃദ സംഗമവും റംസാൻ പുണ്യം പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചത്. സംഗമം പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിശാലത എല്ലാവരിലും ഉണ്ടാകണമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. മതവുമായി ബന്ധപ്പെട്ട ആളുകളിലൊക്കെ അകൽച്ചയും വെറുപ്പും വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ മനുഷ്യർക്കിടയിൽ വെറുപ്പ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളും കേന്ദ്രങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെതിരെ നമ്മളൊന്നാണ് എന്ന ഒരു സന്ദേശം ആര് എവിടെ പറയുന്നുവോ അതിൻ്റെ കൂടെ നിൽക്കണം എന്നതാണ് നമ്മുടെ ഒരു സമീപനം. ചടങ്ങിൽ റംസാൻ പുണ്യത്തിന്റെ വിതരണോദ്ഘാടനം മാധ്യമപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ പുസ്തകം ഏറ്റുവാങ്ങി. ഈ മതസൗഹാർദ്ദത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനത്തെ ഒരു തവണ കൂടി
പ്രസിഡന്റ് എസ് മുഹമ്മദ് യൂനസ് അധ്യക്ഷത വഹിച്ചു. NIT ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ ഗവേഷകനായ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയതാണ് റംസാൻ പുണ്യം പുസ്തകം. ഇതുപോലെയുള്ള മതസൗഹൃദ സംഗമങ്ങൾ നമ്മുടെ ജില്ലകളിലെല്ലാം നടത്തിയാൽ നമുക്ക് മതസൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും എന്ന് എനിക്കറിയാം. സെന്റ് സേവിയേഴ്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ അനിൽ സാൻജോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാഭവൻ കോഴിക്കോട് ചെയർമാൻ ആചാര്യ AKB നായർ മുഖ്യാതിഥിയായി. മതസൗഹൃദ സമിതി രക്ഷാധികാരികളായ MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി, പള്ളി കമ്മിറ്റി സെക്രട്ടറി C മുഹമ്മദ് ആരിഫ്, മതസൗഹൃദ സമിതി സെക്രട്ടറി സണ്ണി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രേഷ്ഠ ബസലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. യാക്കോബായ സുറിയാനി സഭയുടെ നവാഭിഷിക്തനായ കാത്തോലിക്ക ബാവയുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കോഴിക്കോട് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുമായി സഹകരിച്ചാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സീനിയർ പോസ്റ്റ് മാസ്റ്റർ P പ്രമോദ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങിയ പോസ്റ്റൽ സ്റ്റാമ്പ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രകാശനം ചെയ്തു. യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ബേസിൽ T ഏലിയാസ് തൊണ്ടലിൽ മേയറിൽ നിന്നും ആദ്യ സ്റ്റാമ്പ് സ്വീകരിച്ചു. സ്റ്റാമ്പ് പുറത്തിറക്കിയത് സഭയ്ക്കും സമൂഹത്തിനും മാതൃകയും അഭിമാനവുമാണെന്നും ശ്രേഷ്ഠ ബാവയുടെ സ്ഥാനലബ്ധിയിൽ അഭിമാനമുണ്ടെന്നും മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. 5 രൂപയുടെ വിവിധ ഡിസൈനുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാമ്പുകളാണ് പുറത്തിറക്കിയത്. ലെബനനിൽ നടന്ന കത്തോലിക്ക വാഴ്ച ചടങ്ങ് ലോകത്തിലെ വിവിധ സഭാ അധ്യക്ഷന്മാരും കേന്ദ്ര സംസ്ഥാന പ്രതിനിധികളും പങ്കെടുത്ത ചരിത്ര സംഭവമായി മാറിയെന്നും വിവിധ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും ലെബനനിലെ ചടങ്ങിൽ പങ്കെടുത്ത സർക്കാർ പ്രതിനിധികൾക്കും സഭാ മേലധ്യക്ഷന്മാർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും സാഹിത്യ പദവി നേടിയ കോഴിക്കോട് കോർപ്പറേഷനെ ആദരിച്ച് തപാൽ വകുപ്പ് പുറത്തിറക്കിയ കവറിൽ ശ്രേഷ്ഠ ബാവയുടെ സ്റ്റാമ്പുകൾ എത്തിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവലിയർ C ചാക്കുണ്ണി പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ചടങ്ങിൽ പബ്ലിക് റിലേഷൻ ഇൻസ്പെക്ടർമാരായ C ഹൈദരലി, K സുജിലേഷ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് N സത്യൻ, പോസ്റ്റ് ഫോറം അംഗങ്ങളായ PI അജയൻ, നോവക്സ് മൻസൂർ CK, CC മനോജ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ബേസിൽ തൊണ്ടലിൽ, CSI കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിപിൻ മാത്യു, ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ജനറൽ കൺവീനർ MC ജോൺസൺ, CA പീറ്റർ ചെറുവത്തൂർ, ജോസി V ചുങ്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമേകി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ സംഭാര വിതരണം ആരംഭിച്ചു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് അന്തരീക്ഷം. കടുത്ത ചൂടിൽ ക്ഷീണമകറ്റാൻ സംഭാരത്തിനേക്കാൾ നല്ലത് വേറൊന്നില്ല. ഈ ചിന്തയിലാണ് 16 വർഷങ്ങൾക്ക് മുൻപ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സംഭാര വിതരണം ആരംഭിച്ചത്. ഈ വർഷവും ആ സൽപ്രവൃത്തി തുടരുകയാണ് ബാങ്ക്. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ ബ്രാഞ്ചിന്റെ പരിസരത്താണ് സംഭാര വിതരണം ആരംഭിച്ചത്. പൊള്ളുന്ന ചൂടിൽ ബാങ്കിലെത്തുന്നവർക്കും ബാങ്കിന് മുന്നിലൂടെ കടന്നു പോകുന്നവർക്കും ആവോളം സംഭാരം കുടിക്കാം. 2000 പാക്കറ്റ് മിൽമ സംഭാരമാണ് ദിവസേന വിതരണം ചെയ്യുന്നത്. ബാങ്ക് പരിസരത്ത് നടന്ന സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് നിർവഹിച്ചു. സംഭാര വിതരണം മഴ ആരംഭിക്കും വരെ തുടരുമെന്നും അവർ പറഞ്ഞു. കാലിക്കറ്റ് സിറ്റി കോഓപ്പറേറ്റീവ് ബാങ്ക് കഴിഞ്ഞ 16 വർഷമായി സംഭാര വിതരണം മുടങ്ങാതെ നടത്തുന്നതാണ്. ഇന്നു മുതൽ വർഷകാലം വരുന്നത് വരെ എല്ലാ ദിവസവും മുടങ്ങാതെ 2000 പാക്കറ്റ് വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാം സംഭാരമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ വഴിക്ക് പോകുന്ന എല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. നമുക്കറിയാം ഓരോ ദിവസവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ലിങ്ക് റോഡിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരുപാട് തിരക്കുള്ള ഒരു റോഡാണത്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും ഇതൊരു ആശ്വാസമായിരിക്കും എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു. ചടങ്ങിൽ ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ്, ഡയറക്ടർമാരായ K അജയകുമാർ, അഡ്വക്കേറ്റ് TM വേലായുധൻ, അഡ്വക്കേറ്റ് A ശിവദാസ്, A അബ്ദുൾ അസീസ്, KT ബീരാൻ കോയ, PA ജയപ്രകാശ് എന്നിവർ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ പെരുവയൽ മഹല്ല് കമ്മിറ്റി സന്ദേശവും ബോധവൽക്കരണവും നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും റാലിയുമാണ് സംഘടിപ്പിച്ചത്. പെരുവയൽ മഹല്ല് പരിസരത്തു നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലിയിൽ നിരവധി മഹല്ല് നിവാസികൾ പങ്കെടുത്തു. മഹല്ല് കമ്മിറ്റിയുടെ ഈ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ലഹരിയുടെ ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ലഹരി വിമുക്തമായ സമൂഹത്തിനായി കൈകോർക്കുകയും ചെയ്യുമെന്ന് റാലിയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മദ്യവും മയക്കുമരുന്നും എന്ന് സത്യം ഞാൻ തിരിച്ചറിയുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നതായിരിക്കും. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. മഹല്ല് സെക്രട്ടറി കെ മൂസ മൗലവി പരിപാടിയുടെ പ്രാധാന്യം വിശദീകരിച്ചു. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇതിന്റെ പ്രധാനമായുള്ള ഉദ്ദേശം നമ്മുടെ മഹല്ല് ലഹരി മുക്ത മഹല്ലാവുക എന്നുള്ളതാണ്. പെരുവയൽ മഹല്ല് ഖത്തീബ് ബഷീർ ബാക്കഫി, പെരുവയൽ മഹല്ല് പ്രസിഡന്റ് PK മൊയ്തീൻ കോയ ഹാജി, കെ ഹസൈനാർ, കുഞ്ഞാമദ് മുസ്ലിയാർ, KK മൊയ്തീൻ, PK മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. KNM MG നഗർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. CIRHS ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് അൻഷിദ് ഷാൻ മദനി നേതൃത്വം നൽകി. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സഹനം കൊണ്ടും വിനയം കൊണ്ടും അതിജയിക്കേണ്ടതുണ്ടെന്നും ലഹരി എന്ന മഹാവിപത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും KNM MG നഗർ ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CIRHS സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഈദ്ഗാഹ് അഭിപ്രായപ്പെട്ടു. ഈദ്ഗാഹിന് അൻഷിദ് ഷാൻ മദനി നേതൃത്വം നൽകി. സ്ത്രീകളടക്കം നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിലും തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലും പങ്കാളികളായി. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രു. എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛകരവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരി വിരുദ്ധ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നൈനാംവളപ്പിൽ മനുഷ്യച്ചങ്ങലയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. നൈനാംവളപ്പ് റാത്തീബ് പള്ളിയുടെയും മസ്ജിദുൽ മുജാഹിദീൻ പള്ളിയുടെയും ബാഫക്കി പള്ളി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ രാവിലെ 9 മണിക്ക് നൈനാംവളപ്പ് ബസാറിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ബാഫക്കി പള്ളി ഇമാം സയ്യിദ് ഇബ്രാഹിം തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. റാത്തീബ് പള്ളി ഇമാം ജമാലുദ്ദീൻ സഖാഫി മൈത്ര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും
സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാകും. ജീവിതമാണ് ലഹരി എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഞാൻ സദാ പ്രയത്നിക്കുന്നതാണ്. പള്ളികളുടെ ഭാരവാഹികളായ ടി വി അഷറഫ്, ഫൈസൽ പള്ളിക്കണ്ടി, NV അഹമ്മദ് കോയ, സുബൈർ എൻഫ, കാസിം NV എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൈമാറി വെള്ളിയൂർ കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റി ജനകീയ കൂട്ടായ്മയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമാണ് നടത്തിയത്. ലഹരിക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം അണിചേർന്നു. കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് നിവാസികൾ, പൊതുജനങ്ങൾ, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കമ്മിറ്റി, തേലക്കര ശിവക്ഷേത്ര കമ്മിറ്റി, പേരാമ്പ്ര പ്രസ് ഫോറം, കരാട്ടെ ടീം, ജനകീയ വായനശാല, ക്യാപ്റ്റൻ ലക്ഷ്മി ട്രസ്റ്റ്, പ്രിയദർശിനി ട്രസ്റ്റ്, വ്യാപാര വ്യവസായി ഓട്ടോ കോർഡിനേഷൻ, മൾട്ടി ജിം, പിലാക്കുന്നത്ത് കൂട്ടായ്മ, നാഷണൽ സർവീസ് സ്കീം, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവ ചേർന്ന് 1000-ഓളം പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ RN ബൈജു ഉദ്ഘാടനം ചെയ്തു. പെരുന്നാൾ ദിനത്തിൽ ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഒക്കെ പിറകിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപഭോഗം, അതായത് പുതിയ തലമുറ ലഹരി ഉപഭോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ചിന്താശേഷിയെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിനെ. ഗാനരചയിതാവ് രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാനുള്ള ലൈസൻസ് ഉള്ളത് മുതിർന്നവർക്കാണെന്നും സാഹചര്യങ്ങളാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ കാരുണ്യ പ്രസിഡന്റ് MK ഫൈസൽ അധ്യക്ഷനായിരുന്നു. പങ്കെടുത്തവർക്കെല്ലാം ലഹരിക്കെതിരെയുള്ള സന്ദേശമടങ്ങിയ തുണിസഞ്ചി വിതരണം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് P ഇമ്പിച്ചി മമ്മു, മഹല്ല് ഖത്തീബ് മുബഷീർ വാഫി, കാരുണ്യ ജനറൽ സെക്രട്ടറി VM അഷറഫ്, മഹല്ല് ജനറൽ സെക്രട്ടറി KT അസൻ, PM ഷരീഫ്, എടവന സുരേന്ദ്രൻ, ET ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചരിത്ര പ്രസിദ്ധമായ കോട്ടൂർ കുന്നരംവെള്ളി അത്തൂനി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ക്ഷേത്രത്തിലെ പുതുതായി നിർമ്മിച്ച പടികൾ തന്ത്രി കക്കാട്ടിലത്ത് ദയാനന്ദൻ നമ്പൂതിരി സമർപ്പിച്ചു. ചരിത്ര പ്രസിദ്ധമായ കോട്ടൂർ കുന്നരം വെള്ളി അത്തൂനി ദേവി ക്ഷേത്രം 7 ദിവസം നീണ്ടുനിന്ന താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ക്ഷേത്രത്തിന്റെ തിരുമുൻപിൽ പുതിയതായി നിർമ്മിച്ച സ്റ്റെപ്പിന്റെ സമർപ്പണം തന്ത്രി കക്കാട്ടിലത്ത് ദയാനന്ദൻ നമ്പൂതിരി നിർവഹിച്ചു. ഉത്സവം കൊടിയേറിയതോടെ നാട് ഉത്സവ ലഹരിയിലായിരുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് സർപ്പബലിയും പ്രദേശത്ത് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. വലിയ വിളക്ക് ദിനത്തിൽ പടിയക്കണ്ടി ചെറിയ പുരയിൽ നിന്ന് മുത്തുക്കുടകളുടെയും പഞ്ചവാദ്യങ്ങളുടെയും ഗജവീരന്റെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളത്തിൽ നിരവധി പേർ അണിനിരന്നു.
വലിയ വിളക്ക് ദിനത്തിലും താലപ്പൊലി ദിനത്തിലും അന്നദാനവും നടത്തി. 7 ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ ഗുരുതിയോടെ സമാപിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ പ്രാദേശിക കലാകാരന്മാരുടെ നൃത്യങ്ങൾ, ജാനു തമാശയും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, നടുവണ്ണൂർ. മാമ്പിലാംപറമ്പ് മാലാടത്ത് ക്ഷേത്രം തിറ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. ബ്രഹ്മശ്രീ പാടേരി സുനിൽ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഹോമാദി കർമ്മങ്ങളും പന്തീരാങ്കാവ് തിറയാട്ട കലാക്ഷേത്രത്തിന്റെ തിറയാട്ടങ്ങളും നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന മാമ്പിലാംപറമ്പ് മാലാടത്ത് ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ മഹാഗണപതി ഹോമം, കലവറ നിറയ്ക്കൽ, കാവുതീണ്ടൽ, തായമ്പക, പ്രസാദ ഊട്ട്, വെള്ളാട്ടുകൾ, താലപ്പൊലി, കരിമരുന്ന് പ്രയോഗം, തിറയാട്ടങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ PM ഗോപിനാഥൻ, ജനറൽ കൺവീനർ N അനീഷ് കുമാർ, ട്രഷറർ PS സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 3 ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന തിറതാൽപ്പൊലി മഹോത്സവം വളരെയധികം ജനപങ്കാളിത്തം കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും ഗംഭീരമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി കാണാൻ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും എത്തിച്ചേരാറുണ്ട്. കരിയാത്തൻ, കരിവില്ലി, ഗുരുദേവൻ, നാഗകാളി, നായകർ വെള്ളാട്ടുകളും വിവിധ മൂർത്തികളുടെ തിറയാട്ടങ്ങളും നടന്നു. ചാന്താട്ടത്തിനും കുടികൂട്ടലിനും ശേഷം ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രോത്സവ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എംപുരാൻ സിനിമയ്ക്കെതിരെ ഹനുമാൻ സേന ഭാരത്. കോഴിക്കോട് അപ്സര തിയേറ്ററിന് മുന്നിൽ ധർണ നടത്തിയ പ്രവർത്തകർ സംവിധായകൻ പൃഥ്വിരാജിന്റെ കോലം കത്തിച്ചു. ഗോകുലം ഗോപാലൻ നിർമ്മാതാവായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനുമായ എമ്പുരാൻ സിനിമ ദേശദ്രോഹപരമാണെന്നും ഈ സിനിമ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹനുമാൻ സേന ഭാരതിന്റെ പ്രവർത്തകർ കോഴിക്കോട് അപ്സര തിയേറ്ററിന് മുൻപിൽ ധർണാ സമരം നടത്തി. സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ പൃഥ്വിരാജിന്റെ കോലം കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. ഗോദ്ര സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം മറച്ചുവെച്ച് രാമഭക്തരെ വംശഹത്യ ചെയ്ത ഭീകരവാദികളെ വെള്ളപൂശുന്ന ചിത്രത്തിൽ രാജ്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച മോഹൻലാൽ നായകനായാണ് അഭിനയിക്കുന്നത്. പ്രസ്തുത കേണൽ പദവി തിരിച്ചു വാങ്ങണമെന്ന് ഹനുമാൻ സേന ആവശ്യപ്പെട്ടു. ഗോദ്ര സംഭവത്തിന്റെ നിജസ്ഥിതി ജനങ്ങളിൽ എത്തിക്കാൻ പ്രശസ്ത സംവിധായകൻ രാമസിംഹൻ രംഗത്തിറങ്ങണമെന്ന് ശ്രീ AM ഭക്തവത്സലൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് കോവൈ രാജേന്ദ്രൻ, സദ്ഗുരു ആശ്രമ മഠാധിപതി ആചാര്യൻ ശ്രീ മുരളീധര സ്വാമികൾ, സഞ്ജയ് നിസരി, വടകര വിജയൻ, K സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. K രാജലക്ഷ്മി, ശ്യാമള നടുവട്ടം, KM സുഷമ, O കൃഷ്ണൻ, വേലായുധൻ, വൈരാഗി, കിഷോർ കുമാർ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. അനിൽജിത്ത് സ്വാഗതവും O സ്നേഹരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂരിൽ 6000 ലിറ്റർ വ്യാജ ഡീസൽ പിടികൂടി. മറ്റ് മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിശാലത എല്ലാവരിലും ഉണ്ടാകണമെന്ന് കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ. ശ്രേഷ്ഠ ബസിലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമേകി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ സംഭാര വിതരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.